ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർക്കുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇത് നല്ല കിടിലനായിട്ടുള്ള മത്തിക്കറിയാണ് കേട്ടോ. മത്തി നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഈ ഒരു കറീൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാന്താരി ഇട്ട് വെച്ച മത്തിക്കറിയാണ്. അപ്പോൾ കാന്താരി നമ്മുടെ ശരീരത്തിന് എത്രത്തോളം നല്ലതാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ കാന്താരി ഇട്ട് വെച്ച ഈ ഒരു മത്തിക്കറി നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. വെറൈറ്റി ആയിട്ട് വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയണ്ടേ. അതിനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ. നമുക്ക് കുറച്ച് മത്തി ആദ്യം ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് മത്തിക്കറി വെക്കാനായിട്ടുള്ള മത്തി ഇതാ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും തിരുമ്പി വെച്ചിരിക്കുന്നതാണിത്. ഇനി നമുക്ക് അതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പോൾ കാന്താരി ഇട്ട് വെച്ച് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇതാ അവിടെ തയ്യാറായിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇതാ കാന്താരിയാണ്. കാന്താരി മൂത്ത് പഴുത്ത കാന്താരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കാന്താരിൻ്റെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ അളവ് കൂട്ടും കുറയ്ക്കും ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇതാ നീളത്തിൽ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ സബോളയാണ് വേണ്ടത്. സബോള ഞാനൊരു 2 സബോള എടുത്തിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, ഒരു ചെറിയ തക്കാളി. പിന്നെ അതിന് ശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസൊക്കെയാണ് നമുക്ക് ഈ ഒരു കറി വെക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കടക്കാം. ഈ ഒരു കറിക്ക് നമുക്ക് നെക്സ്റ്റ് വേണ്ടത് കൊടംപുളിയാണ് കേട്ടോ. ഞാനിവിടെ കൊടംപുളിയാണ് എടുത്തിരിക്കുന്നത്. 2 കൊടംപുളി എടുത്തിട്ടുള്ളൂ. അപ്പോൾ നല്ല പുളിയാണ് ഈ ഒരു കൊടംപുളിക്ക്. നമുക്ക് ശരീരത്തിനും വലിയ ദോഷമൊന്നും ഇല്ലാത്തതാണ് കൊടംപുളി. അപ്പോൾ നമ്മൾ ഈ കൊടംപുളിയാണ് ഇന്ന് ഈ ഒരു കറിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 2 കൊടംപുളി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. നെക്സ്റ്റ് നമുക്കൊരു പാൻ ഒന്ന് ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഓയിൽ മതിയാവും ആവശ്യത്തിന്. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഈ ഒരു അളവിന് ഞാൻ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് പൊട്ടട്ടെ ഉലുവ. അതാ ഉലുവ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഉലുവ പൊട്ടി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതാ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് കുറച്ച് മുളക് ഇട്ട് കൊടുക്കാം. കാന്താരി മുളകാണ്. അപ്പോൾ മുളക് ഇടുമ്പോൾ അതിങ്ങനെ തെറിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിച്ച് ചെയ്യണം. നമ്മളെപ്പോഴും കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കണേ. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതാ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അത് എണ്ണയിൽ ഇങ്ങനെ മൊരിഞ്ഞിട്ട് ആ ഒരു മണമൊക്കെ വരും കേട്ടോ. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം. അപ്പോൾ കാന്താരി മുളകും ഇത് അതിലായിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ട് ചെയ്യണേ. അപ്പോൾ വേറെ പൊള്ളലൊന്നും ഏൽക്കാതെ സൂക്ഷിച്ച് ചെയ്യാൻ ശ്രമിക്കണേ പാചകം. പിന്നെ നമുക്ക് ബാക്കിയുള്ള ഉള്ളിയും തക്കാളിയും നമ്മുടെ കയ്യിൽ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊന്നും നമ്മൾ മുറിച്ച് വെച്ചത് അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതപ്പോൾ ഉള്ളിയും തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആവാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. നന്നായി വഴറ്റിയെടുക്കാം. അപ്പം ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇതിന്. നമ്മൾ കാന്താരിയൊക്കെ ഇടുന്ന സമയത്ത് നല്ല കല്ലുപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു മത്തിച്ചാറ് വയ്ക്കുമ്പോണ്ടല്ലോ അത് പ്രത്യേക രുചിയാണ്. നമ്മൾ പണ്ടുള്ള ആളുകളൊക്കെ നമ്മൾ കല്ലുപ്പ് തന്നെയാണല്ലോ യൂസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഈ ഒരു കല്ലുപ്പ് ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിന്ന് ഈ ഒരു കറി വെക്കുന്നത്. അപ്പം ഞാനൊരു ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കല്ലുപ്പ് ഇടുന്നതിനൊരു പാകമുണ്ട്. ആ ഒരു പാകം നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പൊടിയുപ്പ് തന്നെ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നന്നായി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതാ കണ്ടില്ലേ, ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് പൊടി ഐറ്റംസൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മല്ലിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 3 സ്പൂൺ, ചെറിയ സ്പൂണാണ്, അപ്പോൾ ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മളിവിടെ കാന്താരി മുളക് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. അത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ കാന്താരി മുളക് വറുത്ത് പൊടിച്ചത് ഒരു ചെറിയ സ്പൂണ്, ഇതാ 2 സ്പൂൺ, ചെറിയ 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണമായിരിക്കും. അപ്പോൾ നമ്മൾ കാന്താരി മുളക്, മൂത്ത കാന്താരി മുളക് ഇപ്പോൾ നമ്മൾ ഈ കറി വയ്ക്കാൻ എടുത്തല്ലോ, ഇതിലിട്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതിനെ തന്നെ നമ്മളൊന്ന് പുഴുങ്ങിയിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുക. പുഴുങ്ങിയതിന് ശേഷം നമുക്ക് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കുക. അതിന് നമ്മൾ നമ്മുടെ മിക്സിയിൽ തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇതാണ് കേട്ടോ കാന്താരി മുളക് ഉണക്കി പൊടിച്ചത്. ആ ഒരു പൊടിയും കൂടെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണ്ടില്ലേ. അപ്പം ഇനി നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മൾ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുമ്പോൾ തന്നെ ആ ഒരു മീൻ കറിൻ്റെ സ്പെഷ്യൽ മണം അങ്ങോട്ട് വരും. അപ്പോൾ ആ ഒരു മണമൊക്കെ ഇതാ അതിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഈ പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലെയിം എപ്പോഴും കുറച്ചിട്ട് വെക്കണം. ഒരുപാട് കൂട്ടി വെക്കരുത്. നമ്മളത് കരിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മണം വരും. അപ്പോൾ ടേസ്റ്റ് തന്നെ നമുക്ക് വലിയ സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ പൊടിയൊക്കെ ഇടാനായിട്ട്. നമുക്ക് പെട്ടെന്ന് എടുത്തിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കാം. അങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്നുണ്ട്. പൊടിയൊക്കെ ഒന്ന് ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പുളിയാണ്. പുളി എന്ന് പറയുമ്പോൾ നമ്മളോട് എടുത്തിരിക്കുന്നത് കുടംപുളിയാണ്. കുടംപുളി വെള്ളത്തിൽ തിളപ്പിച്ചതാണ്. 2 കുടംപുളിയാണ്. ആ വെള്ളത്തോടു കൂടി നമ്മൾ ആ കുടംപുളി നമുക്ക് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എത്ര വേണോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ആദ്യം തിളയ്ക്കട്ടെ, എന്നിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുടംപുളി ഇട്ട വെള്ളവും കുടംപുളിയൊക്കെ ആയിട്ട് ഇതാ നന്നായിട്ട് തിളച്ച് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം പോലെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി വെച്ച് അതേപോലെ തന്നെ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കാന്താരിയിട്ട മീൻ കറി ഇവിടെ തിളച്ച് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മീൻ ഇതിലോട്ട് ഇടാനുണ്ട്. അപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മീൻ ഇടാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച മീൻ നമ്മളിതിലിട്ട് കൊടുത്തു. നമ്മൾ മത്തിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് ഈ ഒരു ചാറുമായിട്ട് ഗ്രേവി ആയിട്ടൊക്കെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കാന്താരി ഇട്ട് വെച്ച് മത്തിക്കറി ഇതാ അവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് ചാറുമായിട്ട് ഇതാ മീനൊന്ന് നന്നായി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. കുടംപുളിൻ്റെയും അതുപോലെ തന്നെ നമ്മളെ കാന്താരിൻ്റെയും ഒക്കെ മണം ഉണ്ടല്ലോ, നല്ല പൊളിയായിട്ട് വരുന്നുണ്ട്. ഇതാ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു ചാറങ്ങോട്ട് ഒഴിച്ച് കഴിക്കുമ്പോൾ അതൊക്കെ കിട്ടുമുണ്ടല്ലോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എപ്പോഴത്തെയും പോലെ ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് നമുക്ക്
മാറ്റി വയ്ക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കാന്താരി ഇട്ട് വെച്ച മത്തിക്കറി ഇതാ നമ്മൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. ഇനി നമുക്ക് ഒന്ന് മിസ്സിങ് ആണ്, അതെന്താണ്? കറിവേപ്പില. അപ്പോൾ നമുക്ക് ഈ കറിവേപ്പില കൂടി ഒന്ന് ഇട്ട് അതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്താൽ അടിപൊളിയായി. ഇതാ കണ്ടില്ലേ, നമ്മുടെ കിടിലൻ കറി ഇവിടെ സൂപ്പറായിട്ട് തയ്യാറായിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല കിടിലനാണ്, വെറൈറ്റിയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മളെപ്പോഴും ഒരേപോലെ തന്നെ കറി വെക്കാതെ നമ്മൾ മാറ്റി മാറ്റി ഒന്ന് കറി വെച്ച് കഴിച്ചു നോക്കൂ. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും, വീട്ടിലെല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു കറി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ്. ബൈ ബൈ.